നമസ്കാരം. എല്ലാ വിദ്യാർത്ഥികൾക്കും സുഹൃത്തുക്കൾക്കും സ്റ്റാർ ട്യൂട്ടോറിയൽസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബയോളജിയിൽ നമ്മൾ ആരംഭിച്ച ഒരു അധ്യായം ഉണ്ടായിരുന്നു, ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ ചാപ്റ്ററായ മൂന്നാം അധ്യായം സമസ്ഥിതിക്കായുള്ള രാസ സന്ദേശങ്ങൾ, കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ് എന്ന അധ്യായം ചാപ്റ്റർ നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. 4 ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതേ ചാനലിൽ തന്നെ 4 ഭാഗങ്ങൾ നമ്മൾ ഇട്ടതാണ്. ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ 5ാമത്തെ ഭാഗം നിങ്ങൾ എല്ലാവരും കാണുക. ആ 4 ഭാഗങ്ങൾ കാണാത്തവർക്ക് വേണ്ടി ആ വീഡിയോയുടെ ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുകളിൽ കാണുന്ന ഐ കാർഡിലും ആ 4 വീഡിയോകൾ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണണം. അപ്പോൾ എല്ലാവരെയും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലും മറ്റുമായി നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് തൈമസ് ഗ്രന്ഥിയെ കുറിച്ചാണ്. അപ്പോൾ തൈമസ് ഗ്രന്ഥി മാറലിന് താഴെ, സ്റ്റേണത്തിന് താഴെയായി കാണുന്നു, ബ്രസ്റ്റ് ബോണിന് താഴെയായി കാണുന്നു. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിനെ തൈമോസിൻ എന്ന് നമ്മൾ വിളിച്ചു. യുവത്വ ഹോർമോണാണ്, യൂത്ത് ഹോർമോണാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അവയുടെ ധർമ്മമായി നമ്മൾ പഠിച്ചത് എന്താ? ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലാണ്. കൃത്യമായി പറഞ്ഞാൽ ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലാണ് തൈമസ് ഗ്രന്ഥിയുടെ, അതായത് തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈമോസിൻ ചെയ്തത്. ആ ഒരു ഹോർമോണിന്റെ ധർമ്മം അതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. എന്നാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത അന്തസ്രാവി ഗ്രന്ഥിയായ അഡ്രീനൽ ഗ്രന്ഥിയാണ്. അപ്പൊ അഡ്രീനൽ ഗ്രന്ഥി എന്ന് പറയുമ്പോൾ അഡ് എന്ന് പറഞ്ഞാൽ നിയർ എന്നാണ് അർത്ഥമായി വരുന്നത്. റീനൽ എന്ന് പറഞ്ഞാൽ സംതിങ് റിലേറ്റഡ് ടു കിഡ്നി ആണ്. കിഡ്നിയുമായി ബന്ധമുള്ള വാക്കാണ് റീനൽ എന്ന് പറയുന്നത്. നമ്മൾ പറയാറില്ലേ, ഹാർട്ടുമായി ബന്ധപ്പെട്ടത് കാർഡിയാക് എന്ന് പറയുന്നത് പോലെ, ലിവറുമായി ബന്ധപ്പെട്ടതിന് ഹെപ്പാറ്റിക് എന്ന് പറയുന്നത് പോലെ, ലങ്സുമായി ബന്ധപ്പെട്ടതിന് പൾമണറി എന്ന് നമ്മൾ പറയുന്നത് പോലെ, കിഡ്നിയുമായി ബന്ധപ്പെട്ടതിന് നമ്മൾ റീനൽ എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അഡ് റീനൽ എന്ന് പറയുമ്പോൾ തീർച്ചയായും നമുക്ക് മനസ്സിലാവും അത് കിഡ്നിയുമായി ബന്ധപ്പെട്ടതാണ്. അഡ് റീനൽ, നിയർ ടു കിഡ്നി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, കിഡ്നിയുടെ മുകളിൽ ഒരു തൊപ്പി വെച്ചതുപോലെ, ലൈക്ക് എ ക്യാപ്പ് പുട്ട് ഓവർ കിഡ്നി, ലൈക്ക് എ ക്യാപ്പ് പുട്ട് ഓവർ കിഡ്നി, കിഡ്നിയുടെ മുകളിൽ തൊപ്പി വെച്ചതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഈ ഗ്ലാൻഡിനെയാണ്, ഈ ഗ്രന്ഥിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്രീനൽ ഗ്രന്ഥി എന്ന് പറയുന്നത്, അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. കിഡ്നിയുടെ മുകളിൽ എന്ത് വെച്ചതുപോലെയാണുള്ളത്? ഒരു തൊപ്പി വെച്ചതുപോലെ. കിഡ്നിക്ക് മുകളിൽ ഒരു തൊപ്പി വെച്ചാൽ എങ്ങനെ കാണുമോ അതുപോലെയാണ് എന്തുള്ളത്? അഡ്രീനൽ ഗ്രന്ഥി ഉള്ളത്, അഡ്രീനൽ ഗ്ലാൻഡിന്റെ സാന്നിധ്യം. ഇനി അഡ്രീനൽ ഗ്രന്ഥി, അഡ്രീനൽ ഗ്ലാൻഡ് നമ്മൾ നോക്കിയാൽ, നമ്മൾ അതിന് കത്തിയെടുത്ത് മുറിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ ഇതുപോലെ നമുക്ക് കാണാം, 2 ഭാഗങ്ങൾ നമുക്ക് കാണാം. പുറംഭാഗത്തെ നമ്മൾ കോർട്ടെക്സ് എന്നാണ് വിളിക്കാറ്. അപ്പൊ ഉള്ളിലെ ഭാഗത്തെ എന്ത് വിളിക്കാം? മെഡുല എന്ന് വിളിക്കും. പുറംഭാഗം ഔട്ടർ കോർട്ടെക്സും ഉൾഭാഗം ഇന്നർ മെഡുലയാണെന്നും ഓർത്തു വെക്കണം. പുറംഭാഗം കോർട്ടെക്സ് ആണ്, ഉൾഭാഗം എന്താണ്? മെഡുലയാണ്. അപ്പോൾ ഇവിടെ പുറംഭാഗമായാലും ഉൾഭാഗമായാലും ഹോർമോണുകളെ നിർമ്മിക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ടാണ് അഡ്രീനൽ ഗ്രന്ഥി ഒരു അന്തസ്രാവി ഗ്രന്ഥിയായി നമ്മൾ പറഞ്ഞത്. കാരണം മൂപ്പര് ഹോർമോൺ നിർമ്മിക്കുന്നുണ്ട്. അത് പുറംഭാഗമായ കോർട്ടെക്സ് ആയാലും ഉൾഭാഗമായ മെഡുലയായാലും ഹോർമോണുകളെ നിർമ്മിക്കുന്നതിൽ യാതൊരു കുറവും വരുത്തുന്നില്ല. ആദ്യമായി ഉൾഭാഗമായ മെഡുല നിർമ്മിക്കുന്ന ഹോർമോണുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. മെഡുല നിർമ്മിക്കുന്ന ഹോർമോണുകൾ 2 എപ്പിനെഫ്രിൻ അഥവാ അഡ്രീനാലിൻ എന്നറിയപ്പെടുന്ന ഹോർമോണും മറ്റൊന്ന് നോർ എപ്പിനെഫ്രിൻ അഥവാ നോർ അഡ്രീനാലിൻ എന്നറിയപ്പെടുന്ന ഹോർമോൺ. ചിത്രീകരണത്തിൽ നിങ്ങൾക്ക് കാണാം, അഡ്രീനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ട്, അതുപോലെ തന്നെ നോർ അഡ്രീനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അഡ്രീനാലിനാണ് നെഫ്രിൻ എന്ന് പറയും. അപ്പോൾ നോർ അഡ്രീനാലിനാണ് എന്ന് പറയാ എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ ആണ്. എപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞാൽ അഡ്രീനാലിനും നോർ എപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നോർ അഡ്രീനാലിനുമാണ്. ഇനി എപ്പിനെഫ്രിനിലേക്ക് വന്നാൽ, എപ്പിനെഫ്രിൻ അഡ്രീനാലിനാണ്. അത് എമർജൻസി ഹോർമോൺ എന്നാണ് അറിയപ്പെടുക. അടിയന്തര സാഹചര്യത്തിൽ നമുക്കറിയാം സിമ്പതറ്റിക് നാഡീ വ്യവസ്ഥ നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ സിമ്പതറ്റിക് നാഡീ വ്യവസ്ഥയോടുകൂടി ചേർന്ന് പ്രവർത്തിക്കുന്ന ഹോർമോണാണ് എപ്പിനെഫ്രിൻ അഥവാ അഡ്രീനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ. സിമ്പതറ്റിക് നാഡീ വ്യവസ്ഥ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ കൂടെ പ്രവർത്തിക്കുന്നു. നമുക്കറിയാം, നമ്മൾ 1ാമത്തെ അധ്യായം 1ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ് sympathetic nervous system, അതുപോലെ തന്നെ പാരാ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം, ദാറ്റ് ഈസ് കമ്മിങ് അണ്ടർ
ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. സ്വതന്ത്ര നാഡീ വ്യവസ്ഥയിൽ വന്നതായിരുന്നു സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും ആണല്ലോ. അപ്പോൾ അവിടെ സിമ്പതറ്റിക് നാഡീ വ്യവസ്ഥയുടെ കൂടെ പ്രവർത്തിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ എപ്പിനെഫ്രിൻ അഥവാ അഡ്രീനാലിൻ ആണ് ഉത്തരം. ഇനി നോർ അഡ്രീനാലിൻ അഥവാ നോർ എപ്പിനെഫ്രിനെ കുറിച്ച് പറയുമ്പോൾ ഇത് എപ്പിനെഫ്രിന്റെ കൂടെ പ്രവർത്തിക്കുന്ന ഹോർമോൺ ആണ്. അതായത് എപ്പിനെഫ്രിൻ ചെയ്തതിന് ശേഷം സിമ്പതറ്റിക് വ്യവസ്ഥയുടെ കൂടെ പ്രവർത്തിക്കുന്ന ആളാണ് എപ്പിനെഫ്രിൻ എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ അടിയന്തര സാഹചര്യത്തിൽ അത്തരത്തിൽ സിമ്പതറ്റിക് നാഡീ വ്യവസ്ഥയുടെ കൂടെ പ്രവർത്തിച്ചുകൊണ്ട് അപകട സാഹചര്യത്തെ നേരിടാൻ നമ്മുടെ ശരീരത്തെ പ്രാപ്തമാക്കുന്ന ഹോർമോൺ ആണ് അഡ്രീനാലിൻ അഥവാ എപ്പിനെഫ്രിൻ എന്ന് പറയുന്ന ഹോർമോൺ. അപ്പൊ അടിയന്തര സാഹചര്യം കഴിഞ്ഞാലോ, ഈ എമർജൻസി സിറ്റുവേഷൻ കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിൽ നോർ അഡ്രീനാലിൻ അഥവാ നോർ എപ്പിനെഫ്രിന്റെ പങ്ക് വലുതാണ്. അപ്പൊ നമുക്ക് പറയാം എപ്പിനെഫ്രിന്റെ കൂടെ പ്രവർത്തിക്കുന്ന മറ്റൊരു ഹോർമോൺ ആണ് നോർ എപ്പിനെഫ്രിൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അടുത്തത് നമുക്ക് പറയാനുള്ളത് കോർട്ടെക്സ് എന്ന് പറയുന്ന പുറംഭാഗമാണ്. നമ്മൾ ഉൾഭാഗമായ മെഡുല്ല നിർമ്മിക്കുന്ന ഹോർമോണുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ പുറംഭാഗമായ കോർട്ടെക്സ് നിർമ്മിക്കുന്ന ഹോർമോണുകളുടെ എണ്ണം 3 എണ്ണമാണ്. അതിൽ ഒന്നാമത്തെ ഹോർമോൺ എന്ന് പറയുന്നത് കോർട്ടിസോൾ എന്ന ഹോർമോണാണ്. അപ്പോൾ കോർട്ടിസോൾ എന്ന ഹോർമോൺ ഗ്ലൂക്കോസിനെ നിർമ്മിക്കുന്ന ഹോർമോണാണ്. പ്രൊഡ്യൂസസ് ഗ്ലൂക്കോസ് ഫ്രം പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്. മാംസ്യത്തിൽ നിന്നും കൊഴുപ്പിൽ നിന്നും ഗ്ലൂക്കോസിനെ നിർമ്മിക്കുന്നു എന്ന പോയിന്റ് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ അലർജിയും മറ്റും തടയാൻ വേണ്ടി സഹായിക്കുന്ന, അലർജിയും അതുപോലെ തന്നെ ശരീരവീക്കവും, അലർജി ആൻഡ് ഇൻഫ്ലമേഷൻസ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് ഏത്? കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ. അതുപോലെ തന്നെ ഡിഫൻസീവ് സെല്ല്, പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുക, സ്ലോ ഡൗൺ ചെയ്യുന്നതും ഇതേ കോർട്ടിസോൾ തന്നെയാണ്. അടുത്ത ഹോർമോണായി പറയുന്നത് കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പുറംഭാഗമായ കോർട്ടെക്സ്, ഔട്ടർ കോർട്ടെക്സ് നിർമ്മിക്കുന്ന അടുത്ത ഹോർമോൺ എന്ന് പറയുന്നത് അൾഡോസ്റ്റീറോൺ ആണ്. അൾഡോസ്റ്റീറോൺ എന്ന ഹോർമോൺ വൃക്കയിലെ ജല ലവണ സന്തുലിതാവസ്ഥ ക്രമീകരിക്കുന്ന അല്ലെങ്കിൽ ജലലവണ ആ ഒരു അളവ് ക്രമീകരിക്കുന്ന ഹോർമോണാണ് അൾഡോസ്റ്റീറോൺ എന്ന് പറയുന്ന ഹോർമോൺ. വൃക്കയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ജലലവണ സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മെയിൻറ്റെയിൻ സോൾട്ട് വാട്ടർ ലെവൽ ഇൻ ദ കിഡ്നി, അതാണ് അൾഡോസ്റ്റീറോൺ ചെയ്യുന്ന ഫങ്ഷൻ. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നതും ഇതേ ഹോർമോൺ തന്നെയാണ് അൾഡോസ്റ്റീറോൺ. മൂന്നാമതായി ഔട്ടർ കോർട്ടെക്സ് നിർമ്മിക്കുന്ന, മൂന്നാമതായി പുറംഭാഗമായ കോർട്ടെക്സ് നിർമ്മിക്കുന്ന അടുത്ത ഹോർമോൺ എന്ന് പറയുന്നത് ലൈംഗിക ഹോർമോണുകളാണ്, സെക്സ് ഹോർമോൺസ് ആണ്. അത് ലൈംഗിക അവയവങ്ങളുടെ വളർച്ചയ്ക്കും അതിൻ്റെ ഫങ്ഷനിങ്ങിനും വേണ്ടി സഹായിക്കുന്നു. ഗ്രോത്ത് ആൻഡ് ഫങ്ഷനിങ് ഓഫ് റീപ്രൊഡക്ടറി ഓർഗൻസ് ഇൻ അവർ ബോഡി. അപ്പൊ ഇത്രയുമാണ് എനിക്ക് അഡ്രീനൽ ഗ്ലാൻഡിനെ കുറിച്ച് പറയാനുള്ളത്. ബേസിക്കലി അഡ്രീനൽ ഗ്ലാൻഡ് ഈസ് സിറ്റുവേറ്റഡ് ഓവർ ദ കിഡ്നി like a cap put over the kidney. 2 parts, outer cortex, inner medulla. Cortex produce 3 hormones, cortisol, aldosterone, sex hormone, while medulla produces 2 hormones, that is epinephrine, or it can be also called as adrenaline. Second one is norepinephrine, is also called as noradrenaline. Then അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ പറഞ്ഞത് അഡ്രീനൽ ഗ്രന്ഥിയെ കുറിച്ചാണ്. അടുത്തതായി ചർച്ച ചെയ്യേണ്ടത് പൈനിയൽ ഗ്ലാൻഡിനെ കുറിച്ചാണ്. പൈനിയൽ ഗ്ലാൻഡ് ഈസ് ദ ഗ്ലാൻഡ് സിറ്റുവേറ്റഡ് അറ്റ് സെന്റർ ഓഫ് ദ ബ്രെയിൻ. നമ്മുടെ മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്തിൽ കാണപ്പെടുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണെന്ത്? പൈനിയൽ ഗ്ലാൻഡ് എന്ന് പറയും. ദിസ് പൈനിയൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസസ് ദ ഹോർമോൺ കോൾഡ് മെലാട്ടോണിൻ. പൈനിയൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസസ് ദ ഹോർമോൺ കോൾഡ് മെലാട്ടോണിൻ. മെലാട്ടോണിൻ എന്ന ഹോർമോൺ നിർമ്മിക്കുന്നു. ഈ ഹോർമോൺ മനുഷ്യ ശരീരത്തിലെ താളക്രമം ക്രമീകരിക്കുന്ന ഹോർമോണാണ്. ദിസ് ഹോർമോൺ കൺട്രോൾ റിതമെറ്റിക് ആക്ടിവിറ്റീസ് ഇൻ അവർ ബോഡി. ഫോർ എക്സാമ്പിൾ സ്ലീപ്പ് വേക്ക് സൈക്കിൾ, നമ്മുടെ ഉറക്കം, ഉറങ്ങുക, എണീക്കുക, ആ ഒരു സൈക്കിള് ക്രമീകരിക്കുക, ദൈനംദിന കാര്യങ്ങൾ കൃത്യമായ ചിട്ടയായ രീതിയിൽ ക്രമീകരിക്കുന്ന ഒരു ഹോർമോണാണ് ഈ പറഞ്ഞിരിക്കുന്ന പൈനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മെലാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ. അതുപോലെ തന്നെ ഉറക്കിന് കാരണമായ ഹോർമോണും ഇത് തന്നെയാണ്. രാത്രികാലങ്ങളിൽ മെലാട്ടോണിന്റെ അളവ് കൂടുന്നു, പകലാണെങ്കിൽ കുറയുന്നു. അതുകൊണ്ട് രാത്രിയിൽ നമുക്ക് കൂടുതലായി ഉറക്ക് വരുന്നു. അതിന്റെ പിന്നിലെ രഹസ്യം ഈ ഹോർമോണിന്റെ പ്രവർത്തനമാണ്. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന പൈനിയൽ ഗ്രന്ഥിയാണ് മെലാട്ടോണിൻ എന്ന ഹോർമോണിനെ നിർമ്മിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ചില ജീവികളിൽ
അവരുടെ പ്രജനന കാലഘട്ടത്തെക്കുറിച്ച്, റീപ്രൊഡക്റ്റീവ് പീരീഡിനെ കുറിച്ച് ഉള്ള ഒരു ബോധം അത് തിരിച്ചറിയാൻ സഹായിക്കുന്നതും ഇതേ ഹോർമോണിൻ്റെ ധർമ്മമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുമല്ലോ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്ത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുമല്ലോ. നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും ഞങ്ങൾക്ക് വീഡിയോ ഇടാനുള്ള പ്രചോദനമാണ്. അപ്പോൾ തീർച്ചയായും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. തുടർന്ന് വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി കാണുന്നതിനേക്കും ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. അക്ഷയ്. സ്റ്റേ സേഫ്. ബൈ.